ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതൊരു തിങ്കളാഴ്ചത്തെ വീഡിയോ കേട്ടോ. തിങ്കളാഴ്ച മോർണിംഗ് വീഡിയോ ആണ്. അതായത് എനിക്ക് വർക്കിന് പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം, ഹസ്ബൻഡ് ഓഫീസിൽ പോകണം. അപ്പം രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഞായറാഴ്ച തന്നെ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച അവിയൽ, സാമ്പാർ, ദെൻ ബീഫ് കറി അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിയൽ ഞാൻ ഞായറാഴ്ച ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. സാമ്പാറും അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എനിക്ക് ദോശ മാത്രം ചുടേണ്ട പണിയുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ദോശ പിന്നെ ബീഫ് ഇന്നലെ രാത്രിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫ് കറി ദോശ കൂട്ടി കഴിച്ചോളൂ കേട്ടോ. പിന്നെ ചോറാക്കണം, പിന്നെ ചായ ആക്കണം. ഇത്രയും പരിപാടികളാണ് കേട്ടോ മൺഡേ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയൊക്കെ തിളപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കറിയൊക്കെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും മോശമായി പോകും. ഞാനൊക്കെ കഴിക്കുമ്പോഴേ 2 മണി, ഹസ്ബൻഡ് കഴിക്കുമ്പോഴേ ചിലപ്പോൾ 3 മണി, 2:30 ആ ഒരു ടൈമാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നല്ലോണം തിളപ്പിച്ച് നല്ല വെള്ളമൊക്കെ വറ്റിച്ച്, അതായത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇതാക്കുന്നത്. അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പം അതിനിടയിൽ ദോശ ഉടൽ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇത് വെള്ളം കുടിക്കാൻ, അതായത് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാറ്റുന്ന വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റുന്ന അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറിയാളെ റെഡിയാക്കി അവൾക്ക് അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റെഡിയായി വന്ന് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സാണ്. അതിലേക്ക് ഇലയിൽ ഞാൻ വാഴയിലയിൽ അവിയലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് കറി വെച്ച് കൊടുക്കണം. ബീഫ് കറി ഞാൻ ഇതുപോലെ വാഴയിലയിൽ സെപ്പറേറ്റ് ചെയ്ത് അതിൽ ചോറിൽ തന്നെ വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ. കാരണം വേറെ വേറെ പാത്രത്തിലാക്കാനില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇച്ചിരി ബീഫ് കറിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ സാമ്പാർ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. സാമ്പാർ എന്ന് പറയുന്നത് അപ്പം ചെറിയ ആൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, അമ്മേ എനിക്ക് എന്താ ഉള്ളത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് ദിവസം വന്ന് അന്വേഷിക്കണം കേട്ടോ എന്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള സമയം ഞാൻ പറഞ്ഞു അവിടുന്ന് പറയുന്നുണ്ട്. ബട്ട് എന്തൊക്കെ ഒരുപാട് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ടപ്പേന്ന് പാക്ക് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ആൾക്ക് 7:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോഴേക്ക് ഈ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി വരണം. ഇതെന്താ അടച്ചിട്ട് അടയാത്തതെന്ന് വെച്ചിരിക്കുക. ഫുള്ളിങ്ങനെ തെറിച്ച് വരിക. പിന്നെ സാമ്പാർ എടുത്ത് വെക്കണം. അപ്പോൾ സാമ്പാർ എടുത്ത് വെച്ച ശേഷം പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ 2 ചെറിയ മക്കളത് എടുത്ത് വെച്ചു. അപ്പം മൂത്താളിതാ വന്നിട്ടുണ്ട് കേട്ടോ, അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, ഇവിടെ നിന്നെന്തോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ചോറൊക്കെ എല്ലാവരെയും വിളമ്പി വെച്ചു. പിന്നെ അവളങ്ങോട്ട് പോയി. പിന്നെ ഇതാ ആൾ ലഞ്ച് ബോക്സ് എടുത്തിട്ട് പോയി കേട്ടോ. ഇറങ്ങാൻ പോവാണ്. ലഞ്ച് ബോക്സ് എടുത്തിട്ട് പോയി. ഞാനും അവിയലൊക്കെ ഇതുപോലെ ഇലയിൽ എടുത്ത് വെക്കാമെന്ന് വെച്ചു. ഇച്ചിരി ബീഫ് ഇതുപോലെ ഇലയിൽ എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകാൻ പോയത് കേട്ടോ. അപ്പോൾ തലേന്ന് ഇല പറിച്ച് വെച്ചുകൊണ്ട് അത് ജസ്റ്റ് വാഴയുണ്ട്. പിന്നെ അത് വാട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ആളോട് പറഞ്ഞു, മോളെ ഇത് വാട്ടർ ബോട്ടിലൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് തരുമോ, അമ്മക്ക് വെള്ളം നിറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എടുത്തുകൊണ്ട് തരികയാണ്. അതേപോലെ തന്നെ ടവൽ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞാൽ ടവൽ എടുത്തുകൊണ്ട് തരും കേട്ടോ. പക്ക എടുത്തുകൊണ്ട് തരും. ആൾ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണ് കേട്ടോ ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ട് തരും. കിറ്റ് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞാൽ കിറ്റ് എടുത്തുകൊണ്ട് തരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ലഞ്ച് ബോക്സ് എൻ്റെത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മക്കളത് പാക്ക് ചെയ്യണം. അവർക്ക് പിന്നെ വലിയ കാര്യമായിട്ട് അവിയലും ഇതൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ അവിയലൊന്നും അവർക്ക് വെച്ചില്ല. ഇച്ചിരി ബീഫ് വെച്ച് കൊടുത്തു. തന്നെ അതുപോലെ തന്നെ സാമ്പാർ കറി ചെറിയൊരു കഷ്ണം വെച്ച് കൊടുത്തില്ല കേട്ടോ. വലിയതായിട്ട് വെച്ച് കൊടുത്തിട്ടുമില്ല, ചെറിയ കഷ്ണം വെച്ച് കൊടുത്ത്. പിന്നെ സ്നാക്സൊക്കെ വെച്ച് കൊടുക്കണം. സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് വെക്കണം. അപ്പം ചെറിയ ആൾക്ക് ബേക്കറി ഐറ്റംസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ബേക്കറി ഐറ്റംസ് കൊടുക്കാറില്ല. വലിയ ആൾക്ക് പിന്നെ അലൗഡ് അല്ലെങ്കിലും അവൾ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ബേക്കറി ഐറ്റംസ് വെച്ച് കൊടുക്കും. പിന്നെ ഇതാ സാമ്പാർ ഒഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാത്രവും നിരത്തി വെക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാർ ഒഴിക്കുന്നുണ്ട്. എൻ്റെ പാത്രത്തിൽ സാമ്പാർ ഒഴിച്ചു, മക്കളുടെ പാത്രത്തിൽ സാമ്പാർ ഒഴിച്ചു. ചില ആൾക്ക് പിന്നെ ഞാൻ രാവിലത്തെ ദോശയാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൽ ഇച്ചിരി സാമ്പാർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഡേക്കയെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും. ഇച്ചിരി ഒരു ബിസ്ക്കറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ആൾ പറഞ്ഞു എനിക്ക് സ്നാക്സായിട്ട് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കിറ്റിൽ വെച്ച്. ഇത് നമ്മളെ കിറ്റ് മേടിച്ചിട്ട് 1 മാസമേ ആയാലും. പക്ഷേ കിറ്റിൻ്റെ ഒരു ഇത് പൊട്ടിപ്പോയി കേട്ടോ. അതെനിക്ക് തുന്നി കൊടുക്കണം. പിന്നെ ഇതാ ലഞ്ച് വാട്ടർ ബോട്ടിൽ പാക്ക് ചെയ്യുക കേട്ടോ. വാട്ടർ ബോട്ടിൽ ജസ്റ്റ് കഴുകി വെച്ചതാണ്. അപ്പം ഞാൻ ഒന്നും കൂടി കഴുകിയിട്ട് അതിലേക്ക് എല്ലാത്തിലും വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പം വലിയ ആളയിൽ വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അവളതിൽ കൊള്ളില്ല വാട്ടർ ബോട്ടിൽ. അവൾ അത്യാവശ്യം വലിപ്പം
പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് എല്ലാവരും താഴേക്ക് ഇറങ്ങും കേട്ടോ. ഒരു 7:40 അല്ലാകുമ്പോഴേക്ക് ഓട്ടോ വരും. അപ്പോൾ താഴേക്ക് ഇറങ്ങും. ഇപ്പം അവർ തന്നെ കേട്ടോ പോകുന്നത്. അവർക്കിപ്പോൾ ഒരു എയിമായല്ലോ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങൽ. ഇപ്പം അവരെ നേരത്തെ ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാറ്. ഇപ്പം അവർ ശരിയായി, ഓക്കെ. അവർ തന്നെ ബാഗിലെടുത്ത് കിറ്റിലെടുത്ത് അങ്ങനെ രണ്ടാളും പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.